ഹലോ ഗൈസ്, ചെമ്മനിയപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശരത്ത് പേടിച്ച് ഉറച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൻ്റണി പറയുകയാണ്, നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നീ ചെന്ന് ആ ക്യാഷ് മേടിച്ചെടുക്കണം, നീ പേടിക്കൊന്നും വേണ്ട. ആ ഓട്ടോ ഡ്രൈവർ ഞാൻ പറഞ്ഞു വിട്ട ആളാ. കറക്റ്റ് അവരുടെ മുമ്പിൽ തന്നെ ഇവർ വന്ന് പെടുകയും ചെയ്തു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം. അവർ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞത് കേട്ടതാ, ഫിനാൻസ് ഓഫീസിലോട്ടാണ്. അപ്പോൾ ആ ബാഗിൽ എന്തായാലും ക്യാഷുണ്ട്. ആ ക്യാഷിൻ്റെ പേരിലല്ലേ നിന്നെ ഇത്ര അപമാനിച്ചത്. അപ്പോൾ അത് നിനക്ക് അവകാശപ്പെട്ട ക്യാഷാന്ന് പറയണം. അപ്പോഴും ശരത്ത് പറയുന്നുണ്ട്, എനിക്ക് പേടിയാ ആൻ്റണി ഏട്ടാന്ന് പറയുമ്പോൾ, ഒന്നും പേടിക്കണ്ടടാ, ധൈര്യമായിട്ട് കയറ് എന്ന് പറഞ്ഞ് കയറ്റിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ആ ഓട്ടോ ഡ്രൈവർ ചന്ദ്രയോട് കള്ളം പറയുവാണ്. സോറി മാഡം, ഓട്ടോ ശരിയാവാൻ കുറച്ച് സമയം എടുക്കും, മാഡത്തിന് പോകേണ്ട സ്ഥലം ഇവിടെ അടുത്ത് തന്നെയാണ്, മാഡം പൊയ്ക്കോളാൻ പറയുവാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എത്രയായെന്ന് പറ. അപ്പോൾ ഓട്ടോ ഡ്രൈവർ ക്യാഷൊന്നും മേടിക്കുന്നില്ല. അപ്പോൾ ചന്ദ്ര പറയാം, അതെന്തായാലും നന്നായി എന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുവാണ് കേട്ടോ. ഇറങ്ങി നടക്കുന്ന ചന്ദ്രയുടെ ബാഗ് തട്ടിപ്പറിക്കുവാണ് കേട്ടോ ശരത്ത്. അവിടെ നിന്നിട്ട് പോവുകയാണ്. അപ്പോഴേക്കും നാട്ടുകാരെല്ലാം ഓടിക്കൂടുമ്പോഴേക്കും അവരവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ്, എൻ്റെ ബാഗ് കള്ളന്മാർ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോഴേക്കും നാട്ടുകാർ പറയുക, ഓക്കെ എന്നാൽ നമുക്ക് പോലീസിനെ വിളിക്കാം, സമാധാനപ്പെടുന്നു പറയുമ്പോൾ ചന്ദ്ര പെട്ടെന്ന് പറയാം, വേണ്ട പോലീസിനെ വിളിക്കേണ്ടതെന്ന്. പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വീട്ടിലെല്ലാവരും അറിയുമല്ലോ ക്യാഷ് കൊണ്ട് ചന്ദ്ര എന്തിനാ ഇറങ്ങിയെന്നുള്ള ചോദ്യമൊക്കെ വരും. അതുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ പറയാം, ഇനി ഫിനാൻസ് ഓഫീസിൽ ഞാൻ എന്ത് പറയും എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. അതേ സമയത്ത് നമ്മുടെ സച്ചിയും രേവതിയും കൂടെ പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. സച്ചി ഇങ്ങനെ ഒരു കള്ളലക്ഷണത്തിൽ രേവതിയെ നോക്കുവാണ്. രേവതിയെ നോക്കുമ്പോൾ രേവതി പറയാണ്, നിങ്ങളെന്താ നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ അച്ഛമ്മയുടെ അടുത്ത് പോയ കാര്യം എന്നോട് പറയാതിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടല്ലേ നിങ്ങൾക്ക്? അച്ഛമ്മ എന്നെ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു എന്ന് പറയുക. എനിക്ക് ആദ്യം ചെറിയ ദേഷ്യം തോന്നി, പിന്നെ നിങ്ങൾ എന്തായാലും ട്രിപ്പ് വന്ന വഴിക്ക് കയറുക എന്ന് കേട്ടപ്പം ഓക്കെ ആയി എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴാണ് സച്ചിക്ക് ചെറിയൊരു സമാധാനമാവുന്നത്. അത് കഴിയുമ്പോൾ പറയുക, നമുക്കൊരു ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും സച്ചിക്ക് ഒരു ട്രിപ്പ് വന്നു എന്ന് പറഞ്ഞ് കോള് വരുവാണ് കേട്ടോ. അപ്പം സച്ചി പെട്ടെന്ന് രേവതിയോട് പറയാം, നല്ല കാശ് കിട്ടുന്ന ട്രിപ്പായിരുന്നു, ഞാൻ നിന്നെ വീട്ടിൽ വിടേണ്ടതായിരുന്നല്ലോ, ഇവിടുന്ന് ഒരു ഓട്ടോയ്ക്ക് പൊക്കോളാവോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതിനെന്താ സച്ചിയേട്ടാ, ഓട്ടം നടക്കട്ടെ, പക്ഷേ ഫിനാൻസ് ഓഫീസിൽ പോകണ്ടേ, കാശടയ്ക്കേണ്ട ദിവസമല്ലേ എന്ന് ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും സച്ചിക്ക് നിനക്ക് അടയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ രേവതി, അതിനെന്താ ഞാൻ അടച്ചോളാം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും സച്ചി പറയാണ്, ബസ്സിനൊന്നും പോകണ്ട, ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ വിടാം, നീ ഒരു ഓട്ടോ കയറി പോയാൽ മതി എന്ന് പറയുവാണ്. അപ്പോൾ രേവതി ശരിയെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ തിരിച്ച് വണ്ടിക്കകത്ത് കയറുവാണ് കേട്ടോ. അതേ സമയത്ത് ചന്ദ്ര അവിടെ പേടിച്ച് വിറച്ച് ടെൻഷൻ അടിച്ച് ഫിനാൻസ് ഓഫീസിലെത്തുവാണ്. അപ്പോഴത്തേക്കും ഫിനാൻസർ പറയുന്നുണ്ട്, വീട്ടിലോട്ട് ആളെ വിട്ടാലേ നിങ്ങളിങ്ങ് വരുള്ളൂ എന്നൊക്കെ ചോദിച്ച് ഓരോന്ന് പറയുവാണ്. ക്യാഷ് എടുക്ക്, കണക്ക് വെച്ച് എത്രയാണ് ശ്രീദേവി നോക്കിയിട്ട് പറയാമെന്ന് പറയുമ്പോഴേക്കും 55,000 രൂപ എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര ടെൻഷൻ അടിച്ച് പറയുകയാണ്, എൻ്റെ ക്യാഷ് മോഷണം പോയി, 1,00,000 രൂപ രവിയേട്ടന് കിട്ടിയത് ഞാൻ എടുത്തിട്ട് വന്നതാ, ഇങ്ങ് വന്നപ്പം ഓട്ടോയിൽ നിന്ന് ഇറങ്ങി നടന്നതാ, ഓട്ടോ കേടായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കഥയെല്ലാം പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ഫിനാൻസ് ഓഫീസറോട്, നിങ്ങൾ കഥ മെനയാൻ മേടിക്കുകയെന്ന് എനിക്കറിയാം, നിങ്ങളുടെ കഥയൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് അവിടെയുള്ള ഗുണ്ടകളെ വിളിക്കണം കേട്ടോ, പെൺഗുണ്ടകളെ. അവർ വരുമ്പോഴത്തേക്കും എന്താ സാറെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, നമുക്കൊരു പുതിയ കിളിയെ കിട്ടിയിട്ടുണ്ട്, ഇതിനൊന്ന് കൂട്ടിലടച്ചേക്കെന്ന് പറയുവാണ് കേട്ടോ. അവർ നേരെ ചന്ദ്രനെ പിടിച്ച് വരച്ച് കൊണ്ടൊരു മുറി പൂട്ടിയിടുവാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര കരഞ്ഞു പറയുന്നുണ്ട്, അയ്യോ എന്നെ വിടണേ, ഞാൻ ക്യാഷ് എത്രയും പെട്ടെന്ന് എത്തിക്കാം, എന്നെ പൂട്ടിയിടരുതെന്ന്. അങ്ങനെ ചന്ദ്രയുടെ ബാഗും ഫോണൊക്കെ മാറ്റി വെച്ച് ഒരു ആളൊഴിഞ്ഞ മുറിയിലോട്ട് തള്ളുവാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്ത് പൂട്ടിയിടുവാണ് ചന്ദ്രേൻ്റെ അകത്ത് കിടന്ന് കാറുവോ നിലവിളിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ചന്ദ്ര കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി ഫിനാൻസ് ഓഫീസിലോട്ട് കയറി വരുന്നത്. അപ്പോൾ ഈ തട്ടും മുട്ടലും ഒച്ചയും കേൾക്കുമ്പോൾ രേവതി ഇങ്ങനെ കുറച്ച് നേരം അവിടേക്ക് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഫിനാൻസറിൻ്റെ മുറിയിലോട്ട് ചെല്ലുവാണ്. അപ്പോഴത്തേക്കും രേവതിയെ കാണുമ്പോഴത്തേക്കും പുള്ളിയൊക്കെയാണ്, എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചിയുടെ ഭാര്യ എന്ന് പറയുമ്പോഴത്തേക്കും അയാൾ ആദ്യം തന്നെ പറയുകയാണ്, പലിശ മുഴുവൻ കൊണ്ടുവന്നിട്ടില്ലായിരിക്കും, അതായിരിക്കും അവൻ നിന്നെ പറഞ്ഞു വിട്ടേക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ രേവതിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ ഒന്നും മറുത്ത് പറയുന്നില്ല കേട്ടോ. ഇല്ല, ക്യാഷ് ഫുള്ളുണ്ട് എന്ന് പറയുവാണ്. അപ്പോഴേക്കും ഫിനാൻസർ പറയാം, എന്നാൽ അവിടെ അടച്ചോ ശ്രീദേവിയുടെ അടുത്ത്, കണക്കൊക്കെ എവിടെയാണ് എന്ന് പറയുവാണ്. എന്നിട്ട് അയാൾ ഞാനൊന്ന് പുറത്ത് പോവാം ശ്രീദേവി എന്ന് പറഞ്ഞ് നേരെ ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ ഈ പോകാൻ നിൽക്കുന്ന സമയത്ത് അകത്തുനിന്ന് ചന്ദ്ര ഈ വാതിലിൽ ഇങ്ങനെ അടിക്കുന്ന ഒച്ച കേട്ടിട്ട് രേവതി ഇങ്ങനെ അങ്ങോട്ട് നോക്കുന്നുണ്ട്. അതേ സമയത്ത് ഫിനാൻസറിൻ്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. അയാളും അങ്ങോട്ട് നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ ഇറങ്ങി പോവുകയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ നേരെ ശ്രീദേവിയുടെ അടുത്ത് നിന്ന് ക്യാഷ് അടയ്ക്കാൻ വേണ്ടിയിട്ട് കണക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ
രേവതി അവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഫിനാൻസർ പോയി കഴിയുമ്പോഴത്തേക്കും രേവതി ചോദിക്കുവാണ് ശ്രീദേവിയോട്, അതാരാ അത്? ഓ, അതൊന്നും പറയണ്ട. ഹസ്ബൻഡും പിള്ളേരും ഒന്നും അറിയാണ്ട് വീട് പണയം വെച്ച് ഇവിടുന്ന് ഫിനാൻസ് എടുത്ത ഒരു സ്ത്രീയാണ്. 17 ലക്ഷം രൂപ എടുത്താൽ ദേ ഇപ്പം പലിശയൊന്നും അടച്ചിട്ടില്ല, അതുകൊണ്ട് പൂട്ടിയിട്ടേക്കുവാന്ന് പറയുക. ഇത് കേൾക്കുന്ന രേവതി പറയുക, അയ്യോ ഇതൊക്കെ തെറ്റല്ലേ, അങ്ങനെ പൂട്ടിയിടാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും തിരിച്ച് ശ്രീദേവി ചോദിക്കുകയാണ്, പലിശ അടയ്ക്കാത്തതും തെറ്റല്ലേ എന്നിങ്ങനെ ചോദിക്കുക. അപ്പം ഒന്നും മിണ്ടാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും സച്ചിയുടെ കണക്കും കാര്യമൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാശും അടച്ച് കഴിയുമ്പോഴത്തേക്കും രേവതിയോട് അവിടെ സൈൻ ചെയ്യാൻ പറയുവാണ്. അങ്ങനെ രേവതി അവിടെ സൈനൊക്കെ ചെയ്യുവാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ പൂട്ടിയിടണമെന്ന് ചോദിക്കുമ്പോൾ വേറെ മാർഗ്ഗമൊന്നുമില്ലോ, ക്യാഷ് തരണ്ടേ കറക്റ്റായിട്ട് എന്ന് പറയുവാണ്. അത് കഴിയുമ്പോൾ ക്യാഷ് എല്ലാം അടച്ച് എല്ലാം കഴിഞ്ഞ് തിരിച്ച് രേവതി അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. ആ സമയത്ത് ചന്ദ്ര വീണ്ടും വാതിലിങ്ങനെ തട്ടി മുട്ടി ഒച്ച വെച്ച് പറയുന്നുണ്ട്, അയ്യോ എന്നെ പൂട്ടിയിട്ടല്ലേ, ക്യാഷ് ഞാൻ തരാം, എത്രയും പെട്ടെന്ന് തരാം, എന്നെ തുറന്നു വിടണേ എന്ന് പറഞ്ഞ് കരയുവാണ്. അപ്പോൾ അതിനെ പാസ് ചെയ്ത് പോകുന്ന രേവതി ചന്ദ്രയുടെ ശബ്ദം കേൾക്കുവാണ് കേട്ടോ, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട്. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുവാണ്, അയ്യോ ഇത് അമ്മയുടെ ശബ്ദം പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് നമ്മുടെ ചന്ദ്ര കരയുവാണ് കേട്ടോ. ചന്ദ്രയുടെ കരച്ചിലിന് ടോൺ കേൾക്കുമ്പോഴത്തേക്കും രേവതിക്ക് കൂടുതൽ സംശയമാവുകയാണ്. 90% ഉറപ്പാവുകയാണ് ഇത് അമ്മയാണോ എന്നോർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. അങ്ങനെ അമ്മയാണോ എന്ന് ഡൗട്ട് അടിച്ച് നിൽക്കുന്ന രേവതിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അതേ സമയത്ത് ചന്ദ്ര മുറിയിലും വാതിൽ പിന്നെയും തല്ലിപ്പൊളിച്ച് അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്